മണ്ണിന്റെ അത്ഭുതവും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ എല്ലാ വർഷവും വയലിൽ വിളകൾ വിതക്കുമായിരുന്നു. ധാരാളം സസ്യങ്ങളുമൊക്കെയായി വളരെ സന്തോഷത്തോടെ അവൻ ജീവിച്ചു. പക്ഷേ ഒരിക്കൽ ഒരു വമ്പിച്ച വരൾച്ചയുണ്ടായി. വെള്ളം കിട്ടാതെ ആളുകളും മൃഗങ്ങളും വലയാൻ തുടങ്ങി. മഴ കിട്ടാത്തതിനാൽ അവരുടെ വയലെല്ലാം ഉണങ്ങിപ്പോയി. അവൻ നിരാശനായി സങ്കടപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു, ഇനി എന്റെ ജീവിതം കഴിഞ്ഞല്ലോ. എങ്ങനെ പോറ്റും? അവന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾക്കരികിലൂടെ ഒരു പണ്ഡിതൻ കടന്നു പോകുന്നത്. വിഷമിച്ചിരിക്കുന്ന കർഷകനോട് ആ പണ്ഡിതൻ കാരണം ആരാഞ്ഞു. കർഷകരുടെ സങ്കടം കണ്ടപ്പോൾ പണ്ഡിതൻ അവൻക്കൊരു ചെറിയ വിത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നട്ടുപിടിപ്പിക്കൂ. ഇത് ചെറിയ വിത്താണെങ്കിലും ഇതിന്റെ മഹത്വം വലിയതാണ്. കർഷകന് സന്തോഷമായി. അവൻ വിത്തെടുത്തിട്ട് സ്വന്തം വയലിൽ നട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു നോക്കിയപ്പോഴും വിത്ത് വളരുന്നില്ല. തന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുമെന്നോർത്ത് കർഷകൻ വിഷമിച്ചു. മാത്രമല്ല തന്റെ കൂടെ കൃഷി ചെയ്തിരുന്ന അയൽക്കാരൻ പലരും അവനെ പരിഹസിച്ചു. നീ എന്തൊരു വിഡ്ഢിയാണ്, ഇത്ര ചെറിയ വിത്തിൽ നിന്നും എന്ത് പ്രതീക്ഷയാണ് നീ വെക്കുന്നത്? പക്ഷേ അവര് പരിഹാസങ്ങളിലും കളിയാക്കളിലും ഒന്നും നോക്കാതെ കർഷകൻ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, പരിപാലിച്ചു, പ്രാർത്ഥിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ മഴ വന്നതായി കണ്ടത്. എന്നാലും കർഷകൻ ക്ഷമ കൈവിട്ടില്ല. വീണ്ടും അതിനെ പരിപാലിച്ചു. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആ ചെറിയ മുള വലിയൊരു ലക്ഷ്യമായി മാറി. അതിന്റെ